റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് സംയുക്ത ഓപ്പറേഷന് തീരുമാനമായിരിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP വിളിച്ച യോഗത്തിലാണ് ഈ തീരുമാനം. മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് ഗതാഗത പരിശോധന പോലീസ് കർശനമാക്കും. സംയുക്ത ഓപ്പറേഷൻ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങൾ. അന്തൻ ഈയിടെയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ നമ്മൾ കാണുന്നതാണ്. നിരന്തരം നിരത്തുകളിൽ ജീവനുകൾ പൊലിയുന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, ഇതിനെ എങ്ങനെ തടയിടാം എന്നതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലൊരു നടപടി ഉണ്ടാവേണ്ടതാണ്. കൃത്യസമയത്ത് തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു അല്ലേ സന്ധ്യ? സമീപ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് റോഡപകടങ്ങളും അപകടങ്ങൾ കാരണമുള്ള മരണങ്ങളും വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് ഇന്ന് പോലീസ് യോഗം ചേർന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമാണ് ഈ യോഗം വിളിച്ചത്. അതിൽ IG-മാരും SP-മാരും ഒപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിലാണ് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ, അതായത് 7 തീരുമാനങ്ങളാണ് പ്രധാനമായും ഈ യോഗത്തിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി MVD-യുമായി ചേർന്ന് പോലീസ് സംയുക്ത ഓപ്പറേഷൻ നടത്താനുള്ള തീരുമാനമാണ്. ഈ റോഡുകളിൽ, നിരത്തുകളിൽ പരിശോധന കർശനമാക്കും. ആ പരിശോധനയ്ക്ക് പ്രാധാന്യം നൽകുന്നത് അത് ഈ അമിത വേഗത, ഒപ്പം തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കൽ, ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കൽ, ഓവർലോഡ് വെച്ചുകൊണ്ടുള്ള വാഹനം ഓടിക്കൽ, ഒപ്പം തന്നെ റാഷ് ഡ്രൈവിംഗ്, ഈ കാര്യങ്ങൾ മുൻഗണന നൽകിക്കൊണ്ടുള്ള പരിശോധനയാകും നിരത്തുകളിൽ നടക്കുക. അതിനൊപ്പം തന്നെ കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ബോധവൽക്കരണം അടക്കം നടത്തും. ഈ പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ കർശനമാക്കാൻ അദാലത്തുകൾ സംഘടിപ്പിക്കും. അതിനൊപ്പം തന്നെ സംസ്ഥാന ദേശീയ പാതകളിൽ പുതിയ AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അത് സംബന്ധിച്ച് സർക്കാരിലേക്ക് ശുപാർശ അയക്കാൻ ട്രാഫിക് IG-ക്ക് നിർദ്ദേശവും ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള നടപടികൾ ഈ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി മീറ്റിംഗ് അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. ഏതായാലും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇന്നൊരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് സർക്കാരിനോട് ഈ അപകടങ്ങളൊന്നും ഇല്ലാതാക്കാൻ, എന്നും ഈ കാണുന്ന കണ്ണീര്, ഈ നിരത്തിൽ കാണുന്ന ചോരക്കറകൾ, ചോരപ്പാടുകൾ അതില്ലാതാക്കാൻ എന്തു ചെയ്യാനാകുമെന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ സംയുക്ത ഓപ്പറേഷൻ. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. എന്നു മുതൽ തുടങ്ങും ഇത്? ഉടൻ തന്നെ തുടങ്ങാനാണ് തീരുമാനം. കാരണം നേരത്തെ നമുക്കറിയാം, ഈ ക്യാമറകളൊക്കെ സ്ഥാപിച്ചതിന് ശേഷം ഈ പോലീസിന്റെ ഫിസിക്കൽ പ്രസൻസ്, അതുപോലെ തന്നെ വാഹനങ്ങൾ നിർത്തിയുള്ള പരിശോധനകളൊക്കെ കുറയുകയും ചെയ്തിരുന്നു. ഏതായാലും അത് വീണ്ടും, അല്ലെങ്കിൽ ഈ MVD-യും പോലീസും സംയുക്തമായി നിരത്തിലിറങ്ങിക്കൊണ്ടുള്ള പരിശോധന, പ്രത്യേകിച്ച് ഈ അമിത വേഗത, മദ്യപിച്ച് വാഹനമോടിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ നടക്കാൻ പോകുന്നു. അത് ഉടൻ തന്നെ നടപ്പാക്കാനാണ് തീരുമാനം. അതിനൊപ്പം തന്നെ ഹൈവേ പട്രോളിംഗ്, വാഹനങ്ങൾ 24 മണിക്കൂറും ഈ പാതകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും. അവരുടെ പട്രോളിംഗ് ശക്തമാക്കും. ആ രീതിയിൽ ഈ മോശമായ ഡ്രൈവിങ്ങിനെ നിയന്ത്രിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അപകടങ്ങൾ അതുവഴി കുറയ്ക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും പോലീസിന്റെയും MVD-യുടെയും സംയുക്ത ഓപ്പറേഷൻ ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ നിരത്തുകളിൽ ഉണ്ടാകും.